إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وأبقى اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, സർവ്വലോകങ്ങളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അവൻ്റെ ഏറ്റവും നല്ല അടിമകളായി ഈ ദുനിയാവിൽ ജീവിക്കുവാനും അതേ ഈമാനും തഖ്വയും നിലനിർത്തി ഈ ലോകത്ത് നിന്ന് വിട പറയാനുമുള്ള മഹാസൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും പലരുടെയും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ സ്വീകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെല്ലാം. ഉപദേശങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വലിയ വില നമ്മൾ കൽപ്പിക്കാറുണ്ട്. ദുനിയാവിൻ്റെ ഏതൊരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോഴും അതിനെക്കുറിച്ചറിയുന്ന ആളുകളോട് നമ്മൾ ഉപദേശം തേടാറുണ്ട്. ഞാനൊരു 10 സെൻറ്റ് സ്ഥലം വാങ്ങുന്നുണ്ട്, ഇന്ന ഭാഗത്താണ്, എന്താണ് അതിനെക്കുറിച്ച് നിൻ്റെ അഭിപ്രായമെന്ന് നമ്മൾ ചോദിച്ച്
അത് നല്ലതാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ അത്തരം ചില തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കാറുള്ളത്. ഇത് വിശ്വാസിയുടെ ജീവിതത്തിൽ പരലോകവുമായി ബന്ധപ്പെട്ടാകുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട് എന്നത് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സ്വഹാബത്ത് പലപ്പോഴും കടന്നു വരും. എന്നിട്ട് അവർ പ്രവാചകനോട് പറയാറുണ്ട്, നബിയെ, നിങ്ങൾ ഞങ്ങളെ ഒന്ന് ഉപദേശിക്കണം. അല്ലെങ്കിൽ പ്രവാചകൻ ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ സ്വഹാബത്തിനെ കൂടെ ഇരുത്താറുണ്ട്. എന്നിട്ട് അവർക്ക് വേണ്ട ചില നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പകർന്നു നൽകാറുണ്ട്. കാരണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദുനിയാവിൻ്റെ കാര്യങ്ങളെക്കാൾ പരലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് അവൻ ഉപദേശങ്ങൾ സ്വീകരിക്കുക എന്നത് ഏറെ ഗൗരവപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഫദക്കിർ ഇൻ നഫഅത്തി ദിക്റ, നബിയെ, ഉപകാരം ജീവിതത്തിൽ ഉപദേശം ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ആളുകൾക്ക് താങ്കൾ ഉപദേശം നൽകുക. സയദ്ദക്കറു മൻ യഖ്ശ, അങ്ങനെ ജീവിതത്തിൽ ആ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നവർ, അവർ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയരായി ജീവിക്കുന്നത് നിനക്ക് കാണാം. എന്നാൽ വയതജന്നബുഹൽ അഷ്ഖ, ദൗർഭാഗ്യവാനായ ആളുകൾ, അവർ ജീവിതത്തിൽ അത് സ്വീകരിക്കാതെ അതിനെ വിട്ട് തിരിഞ്ഞോടിപ്പോകുന്നവരായിട്ടും നിനക്ക് കാണുവാൻ സാധിക്കും. അല്ലദീ യസ്ലന്നാറൽ കുബ്ര, അവർ ജീവിതത്തിൽ ആ ഉപദേശങ്ങൾ സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ നാളെ പരലോകത്ത് ഭയാനകരമായ നരകത്തിൻ്റെ അവസ്ഥകളിലായിരിക്കുമെന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഉപദേശങ്ങൾ സ്വീകരിക്കുക എന്നത് ഒരു വിശ്വാസിയേറെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നൽകുന്ന 7 ഉപദേശങ്ങൾ ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം തന്നെ പറയുകയാണ്, അൻ അബീ ദർരിൻ ഖാല അമറനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസബഇൻ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ 7 കാര്യങ്ങൾ കൊണ്ട് എന്നെ ഉപദേശിച്ചു, എന്നോട് കൽപ്പിച്ചു എന്നാണ്. ഒന്നാമത്തത് എന്താ? അദ്ദേഹം പറയുകയാണ്, അമറനി ബിഹുബ്ബിൽ മസാകീനി വദ്ദുനൂബി മിൻഹും, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒന്നാമതായി എന്നോട് പറഞ്ഞത്, അബൂദർറേ, ജീവിതത്തിൽ നീ പാവപ്പെട്ടവരായ ആളുകളെ സ്നേഹിക്കണേ. അവരെ സ്നേഹിക്കുക മാത്രമല്ല, അവരോട് നീ അടുത്തു നിൽക്കുകയും ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രിയപ്പെട്ട സ്വഹാബിക്ക് ഒന്നാമതായി നൽകുന്ന ഉപദേശമാണ്, പ്രിയമുള്ളവരെ, പാവപ്പെട്ട ആളുകളായിട്ടുള്ളവരെ നീ പരിഗണിക്കണം അബൂദർറേ. അവരെ പരിഗണിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത് പാവപ്പെട്ട മിസ്കീനുകളായ, അല്ലെങ്കിൽ ജീവിതത്തിൽ ദരിദ്രരായി ജീവിക്കുന്ന ആളുകളാണ്, അല്ലേ? അവരെ പല ആളുകളും പരിഗണിക്കാറില്ല. അവർക്ക് ജീവിതത്തിൽ പല ആളുകളും ഒരു പ്രാധാന്യവും കൊടുക്കാറില്ല. എന്നാൽ സമ്പത്തുള്ള ഒരാളാണെങ്കിൽ അയാൾ ജീവിതത്തിൽ എത്ര വലിയ തോന്നിവാസിയാണെങ്കിലും അയാളെ പരിഗണിക്കാനും അയാളെ മാന്യനായി കാണാനുമൊക്കെ സമൂഹത്തിൽ എല്ലാവരും തയ്യാറാകും. ഒരു കല്യാണമുണ്ടായാൽ പലപ്പോഴും ജീവിതത്തിൽ ആ കല്യാണത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നവർ പലപ്പോഴും ദരിദ്രരായ ആളുകളാണ്. സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉയർച്ചയുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു വളർച്ചയുണ്ടാകുന്ന മേഖലകൾ പലപ്പോഴും ആളുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ നിന്ന് അകറ്റി നിർത്തുന്നവർ പലപ്പോഴും പാവപ്പെട്ടവരാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, അബൂദർ, പാവങ്ങളെ ജീവിതത്തിൽ പരിഗണിക്കണേ. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ മക്കയിലും മദീനയിലും ഒക്കെ ജീവിക്കുന്ന സമയത്ത് പ്രവാചകനെ സഹായിക്കുവാനും പ്രവാചകന്റെ കൂടെ നിൽക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇസ്ലാമിനുമൊക്കെ അങ്ങേയറ്റത്തെ ഗുണമുണ്ടായത് പാവപ്പെട്ട ആളുകളായ കൊണ്ടായിരുന്നു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ പാവപ്പെട്ടവരായ സാധുക്കളായ ആളുകൾക്ക് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, അല്ലേ? പ്രവാചകൻ ഇരിക്കുന്ന സമയത്തതാ ആ സദസ്സിൻ്റെ മുമ്പിലൂടെ വലിയ സമ്പത്തുള്ള ധനികനായ ഒരു മനുഷ്യനിങ്ങനെ കടന്നു പോകുകയാണ്.
സ്വഹാബത്തിനെ വിളിച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുന്നുണ്ട്, സ്വഹാബ അയാളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ കടന്നുപോയ സമ്പന്നനായ വ്യക്തിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, നബിയെ, അദ്ദേഹം സമൂഹത്തിൽ ഒരു മാന്യനായ വ്യക്തിയാണ്. അദ്ദേഹം ആരെയെങ്കിലും വിവാഹം അന്വേഷിച്ചാൽ അദ്ദേഹത്തിന് ആര് വേണമെങ്കിലും വിവാഹം ചെയ്തു കൊടുക്കും. അദ്ദേഹത്തിൻ്റെ ശുപാർശ എല്ലാവരും സ്വീകരിക്കും, അദ്ദേഹത്തെ എല്ലാവരും പരിഗണിക്കും. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. ശരി, ഒരല്പസമയം കഴിഞ്ഞപ്പോൾ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലെ സാധുവായ ഒരു മനുഷ്യൻ അവരുടെ മുമ്പിലൂടെ കടന്നു പോകുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സ്വഹാബ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂലിനോട് അവർ പറഞ്ഞത്, വല്ലാഹി യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അള്ളാഹുവാണ് സത്യം, ഹാദാ മിൻ ഫുഖറാഇൽ മുസ്ലിമീൻ, അത് മുസ്ലിമീങ്ങളുടെ ഒരു പാവപ്പെട്ടവനാണ് നബിയെ, അത് മുസ്ലിമീങ്ങളുടെ ഒരു സാധുവാണ് നബിയെ. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാദാ ഹരിയും മിൻ ഖതബ ലം യുൻകഹ്, അദ്ദേഹത്തിന് ആരെങ്കിലും ഒരു വിവാഹാലോചന കൊണ്ടുവന്നാൽ പലപ്പോഴും അദ്ദേഹത്തിനൊന്നും ആരും വിവാഹം ചെയ്തു കൊടുക്കുകയില്ല, കാരണം സാധുവാണ്. അതുപോലെ തന്നെ വഇൻ ശഫഅ ലാ യുശഫഅ, അദ്ദേഹം എന്തെങ്കിലും ഒരു ശുപാർശ പറഞ്ഞാൽ അത് ആളുകൾ പരിഗണിക്കുകയില്ല. വഇൻ കാല ലാ യസ്മഅ ലിഖൗലിഹി, അദ്ദേഹം പറയുന്നത് പോലും ആളുകൾ പലപ്പോഴും പരിഗണിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് പറയാൻ. ഈ വാചകം കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറയുന്ന ഒരു വാചകമുണ്ട്, എങ്കിൽ ലഹാദാ ഖൈറും മിൻ മിൽഇൽ അർളി മിസ്ല ഹാദാ, ആദ്യം കടന്നുപോയ വ്യക്തി, അദ്ദേഹത്തെ പോലെയുള്ളവർ ഈ ഭൂമിയിൽ ഒരുപാടുണ്ടെങ്കിലും ലഹാദാ ഖൈറുൻ, ഈ ദുനിയാവിൽ ഏറ്റവും ഉത്തമനായ വ്യക്തി അതീ സാധുവാണ്, അതീ പാവപ്പെട്ടവനാണ്. സമ്പത്ത് കൊണ്ടല്ല റബ്ബിൻ്റെ അടുക്കൽ പരിഗണനയുണ്ടാകുന്നത്. അവൻ മുസ്ലിമാണോ, അവൻ നല്ലവനാണോ, ജീവിതത്തിൽ പണമില്ലെങ്കിലും സാധുവാണെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവനാണോ, എങ്കിൽ അവനാണ് ഈ കടന്നുപോയ ആളുകളെക്കാൾ. ലോകത്തൊരുപാട് അത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിലും പ്രവാചകന്റെയും അള്ളാഹുവിൻ്റെയും ഒക്കെ അടുക്കൽ സ്ഥാനമുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, അല്ലേ? അതുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അവരെ പരിഗണിച്ചതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം. പ്രവാചകന്റെ പ്രാർത്ഥന തന്നെ നോക്കൂ നിങ്ങൾ, അല്ലേ? മഹാനായ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ്, അഹിബ്ബു അൽ മസാകീൻ, നിങ്ങൾ പാവപ്പെട്ടവരെ ജീവിതത്തിൽ സ്നേഹിക്കണേ. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, ഫഇന്നി സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അബൂ സഈദുൽ ഖുദരി പറയുകയാണ്, മനുഷ്യരെ നിങ്ങൾ പാവപ്പെട്ടവരെ സ്നേഹിക്കണേ. എന്തുകൊണ്ടാണെന്നറിയുമോ? അള്ളാഹിൻ്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ്? പ്രവാചകൻ തൻ്റെ പ്രാർത്ഥനയിലാണ് അത് പറഞ്ഞത്. അല്ലാഹുമ്മ അഹീനി മിസ്കീന, അല്ലാഹുവേ നീ എന്നെ ഒരു സാധുവായി ജീവിപ്പിക്കണേ റബ്ബേ. വാമിതിനി മിസ്കീന, നീ എന്നെ ഒരു സാധുവായി മരിപ്പിക്കണേ റബ്ബേ. വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ, നാളെ പരലോകത്ത് പാവപ്പെട്ടവരായ സാധുക്കളായ ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ എന്നെയും നീ ഉയർത്തെഴുന്നേൽപ്പിക്കണേ റബ്ബേ എന്ന് അള്ളാഹിൻ്റെ റസൂല് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സ്വഹാബ, അല്ലേ? അള്ളാഹിൻ്റെ റസൂല് പ്രാർത്ഥിക്കാൻ, പടച്ചോനെ സാധുവാക്കണേ, പാവപ്പെട്ടവനായി ജീവിപ്പിക്കണേ, പാവപ്പെട്ടവനായി മരിപ്പിക്കണേ. നാളെ പരലോകത്ത് ആ പാവങ്ങളുടെ കൂടെ എന്നെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കണേ. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പരലോകത്ത് സമ്പന്നരായ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ 500 വർഷം മുമ്പ് സാധുക്കളായ ആളുകളെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നാണ്. അത്രയും വലിയ മഹത്വം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്കീനുകളായ പാവപ്പെട്ടവരായ ആളുകൾക്ക് നൽകിയതായി ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം സമ്പത്തൊന്നും വേണ്ട എന്നല്ല, അധ്വാനിക്കണ്ട എന്നല്ല, സമ്പത്തിന് വേണ്ടി ആഗ്രഹിക്കണ്ട, അതിനു വേണ്ടി പണിയെടുക്കണ്ട എന്നല്ല, മറിച്ച് അതൊക്കെയും ജീവിതത്തിൽ ആവശ്യമാണ്. പക്ഷേ സാധുക്കളായി ജീവിക്കുന്നവരെ പരിഗണിക്കാനും അവരെ സ്നേഹിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും ഒരു വിശ്വാസിക്ക് സാധിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി നോക്കൂ നിങ്ങൾ, രണ്ടാമത്തൊരു കാര്യം അള്ളാഹുവിൻ്റെ പ്രവാചകൻ തൻ്റെ സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്, വഅമറനി
അൻ അൻളുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻളുറ ഇലാ മൻ ഹുവ ഫൗഖി. എൻ്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞു, ജീവിതത്തിൽ നീ നിന്നെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കണേ, നിന്നെക്കാൾ ഉയർന്നവരിലേക്ക് നീ നോക്കിപ്പോകരുത്. അഥവാ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളും നിന്നെക്കാൾ കുറവുള്ള പാവപ്പെട്ടവരായ ആളുകളെ നോക്കിക്കൊണ്ട് നീ ജീവിക്കണം. നിന്നെക്കാൾ ഉയർന്ന മേഖലയിൽ ജീവിക്കുന്ന വലിയ സാമ്പത്തികമായ ആഡംബരങ്ങളിൽ കഴിഞ്ഞു പോകുന്ന ആളുകളെയല്ല നീ ജീവിതത്തിൽ നോക്കേണ്ടത്. എന്തുകൊണ്ടാ? മറ്റൊരു ഹദീസിൽ അല്ലാഹു റസൂൽ പറഞ്ഞല്ലോ, ഫഇന്നഹു അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾക്ക് ജീവിതത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളൊന്നും ചെറുതല്ല എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയാണത്. അല്ലേ? ജീവിതത്തിൽ നമുക്കല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളൊന്നും ചെറുതല്ല എന്ന് ബോധ്യപ്പെടണമെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ മാർഗം അല്ലാഹു റസൂൽ പഠിപ്പിച്ചത് നമ്മളെക്കാൾ ജീവിത നിലവാരം താഴ്ന്ന ആളുകളെ പരിഗണിച്ചുകൊണ്ട് അവരെ കണ്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. നമ്മളെക്കാൾ ജീവിത സൗകര്യങ്ങൾ ഉയർന്നു നിൽക്കുന്ന, ആഡംബരങ്ങളിലും അത്യാധുനിക സൗകര്യങ്ങളിലും ജീവിക്കുന്ന ആളുകളെ കണ്ട് മനസ്സിലൊരു പ്രയാസത്തോടുകൂടി നിരാശയോടുകൂടി ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നാണ്. അല്ലേ? ഇന്ന് പലപ്പോഴും സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇതാണ്. എങ്ങനെയെങ്കിലുമൊക്കെ പണം ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ നിലവാരം വർദ്ധിപ്പിക്കണം. അല്ലേ? അയൽവാസിയുടെ വീടും അയൽവാസിയുടെ വാഹനവും അയൽവാസിയുടെ ജോലിയും ഒക്കെ കാണുമ്പോൾ ജീവിതത്തിൽ മനുഷ്യന് ആർത്തിയും അത്യാർത്തിയും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പരാതിയും പരിഭവങ്ങളുമായി ജീവിതത്തിൽ മുന്നോട്ട് പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ ആസ്വദിക്കുമ്പോഴും മനുഷ്യൻ ടെൻഷനാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്കതില്ലല്ലോ, എനിക്കിതില്ലല്ലോ, എനിക്ക് മറ്റേതില്ലല്ലോ, മറിച്ചതില്ലല്ലോ, ഇങ്ങനെ പറഞ്ഞ് ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങൾ എന്താണെന്ന് ബോധ്യപ്പെടാതെ, അതിന് നന്ദി കാണിക്കാതെ, ഇല്ലാത്ത അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതിനുവേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലേ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തിയത്, ഒരാളുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് അത് മനസ്സിൻ്റെ സംതൃപ്തിയാണ്. ഗിനൻ നഫ്സ്, മനുഷ്യൻ്റെ മനസ്സുകൊണ്ട് അവന് സമ്പന്നനാകാൻ കഴിയും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ഇതെൻ്റെ റബ്ബെനിക്ക് നൽകിയതാണ്. ജീവിതത്തിൽ ഒരു നല്ല അത്യാവശ്യം നല്ലൊരു വീടുണ്ടാവുമ്പോഴും അതിനേക്കാൾ വലിയൊരു ആഡംബര വീടുണ്ടാക്കണം എന്നാലോചിക്കുമ്പോഴാണ് പലപ്പോഴും ജീവിതത്തിൽ നന്ദി കാണിക്കാൻ കഴിയാതെ പോകുന്നത്. കടവരാന്തകളിൽ കടന്നുറങ്ങുന്ന, അല്ലേ, ആ കടയുടെ ഷട്ടറൊന്ന് താഴ്ത്തിയാൽ അവിടെ ഒന്ന് തലചായ്ക്കാമെന്ന് വിചാരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന ലോകത്ത് എനിക്ക് മഴയും വെയിലും കൊള്ളാതെ എൻ്റെ റബ്ബെനിക്ക് നൽകിയ വീട്ടിൽ സുഖസുന്ദരമായി ജീവിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാ എന്ന് പറയുമ്പോഴാണ് ജീവിതത്തിൽ ഐശ്വര്യമുള്ള ഒരു വ്യക്തിയായി നമ്മൾ മാറുക എന്നാണ്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി. നബിയേ, ജീവിതത്തിൽ പലരും പല അനുഗ്രഹങ്ങൾക്കും, പല രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ പല വിഭാഗത്തിനും നാം പരീക്ഷണമായി കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അതിലേക്ക് താങ്കൾ കണ്ണ് പായിപ്പിക്കേണ്ടതില്ല. അല്ലേ? ലോകത്തിനോട് ലോകത്തിൻ്റെ രക്ഷിതാവ് പറയുന്ന ഏറ്റവും വലിയ പരിഹാരമാണ് അസൂയയില്ലാതെ, മറ്റുള്ളവരുടേതിൽ ആർത്തിയില്ലാതെ ജീവിക്കാനുള്ള ഏറ്റവും വലിയ പരിഹാരം. എന്നിട്ട് അല്ലാഹു പറയാൻ, അസ്വാജം മിൻഹും സഹറത്തുൽ ഹയാത്തിദ് ദുനിയാ ലിനഫ്തിനഹും ഫീഹി. ആ അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും നാം അവർക്ക് നൽകിയതെന്തിനാ? അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അവർ ജീവിതത്തിൽ നന്ദി കാണിക്കുന്നുണ്ടോ, അതല്ല നന്ദികേട് കാണിച്ചുകൊണ്ടാണോ ജീവിക്കുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. വരിസുഖു റബ്ബിക ഖൈറും വഅബ്ഖാ. നിന്റെ രക്ഷിതാവ് നിനക്ക് നൽകിയ റിസുഖുണ്ടല്ലോ, നിന്റെ റബ്ബ് നിനക്ക് നൽകിയ ഉപജീവനമുണ്ടല്ലോ, അതാണ് ഏറ്റവും ഉത്തമമായതും എന്നെന്നും ബാക്കിയാകുന്നതും. ആ അനുഗ്രഹത്തിന് നന്ദി കാണിച്ച് ആ റബ്ബിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കാൻ നീ ശ്രദ്ധിക്കണമെന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഒരു വിശ്വാസിക്ക് അള്ളാഹു റസൂൽ നൽകുന്ന ഉപദേശം. മൂന്നാമത്തെ നോക്കൂ നിങ്ങൾ, വാമറനി അന്നസിലർ റഹിമ വൈൻ അദ്ബർത. അബൂദർറേ, നീ നിന്റെ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കണേ. അവർ നിന്നോട് എതിരായാലും, അവർ നിനക്കിഷ്ടമില്ലാത്ത രൂപത്തിലാണ് നിന്നോട് പെരുമാറുന്നതെങ്കിലും, അല്ലേ,
കുടുംബബന്ധം ചേർത്ത് പിടിക്കണം. ഇന്ന് പലപ്പോഴും സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രശ്നമാണത്. ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ, നിസാരമായ കാര്യങ്ങളുടെ പേരിൽ ജ്യേഷ്ഠനും അനിയനും മിണ്ടാതെ ജീവിക്കുന്നു. കുടുംബങ്ങളിൽപ്പെട്ട പല ആളുകളും കണ്ടാൽ മിണ്ടാത്ത, സലാം പറയാത്ത, മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ പോലും ജീവിതത്തിൽ കഴിയാത്തവരായി, അങ്ങേയറ്റത്തെ കഠിനഹൃദയന്മാരായി ജീവിതത്തിൽ മുന്നോട്ട് പോകുകയാണ്. എന്തേ കാരണം? എന്തോ ഒരു ചെറിയ വാക്ക്, അല്ലേ, എന്തോ ഒരു ചെറിയ സംസാരത്തിൻ്റെ പേരിൽ കാലങ്ങളായി, വർഷങ്ങളായി ജീവിതത്തിൽ കുടുംബബന്ധം വിച്ഛേദിച്ച് അങ്ങനെ പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയുടെയും ഒക്കെ ഒരു മാനസികാവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നവർ. അല്ലാഹു റസൂൽ പറയാ, നിന്നോട് കുടുംബബന്ധം ചേർക്കുന്നവരിലേക്ക് നീ ചേർക്കണമെന്നല്ല. അവർ നിന്നെ ധിക്കരിച്ചാലും, അവർ അതിന് കൂട്ടാക്കുന്നില്ലെങ്കിലും, അവരാണ് പ്രശ്നക്കാരെങ്കിലും കടന്നു ചെന്ന് സലാം പറഞ്ഞ് അത് പരിഹരിക്കാൻ നിനക്ക് കഴിയണം. അങ്ങനെ ജീവിതത്തിൽ കുടുംബബന്ധം ചേർത്ത് വെക്കുന്ന ഒരുത്തനായി നീ മാറണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ അർശുമായി ബന്ധപ്പെടുത്തിയ, അള്ളാഹുവിൻ്റെ പേരുമായി ബന്ധപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കുടുംബബന്ധമെന്ന് പറയുന്നത്. അത് മുറിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവനുമായിട്ടുള്ള ബന്ധവും മുറിച്ചു കളയും. ആരെങ്കിലും അതിനെ ചേർത്ത് വെച്ചാൽ അള്ളാഹു അവനുമായിട്ടുള്ള ബന്ധവും ചേർത്ത് വെക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞ് ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കുകയില്ല എന്ന് തീരുമാനിച്ച് ഇങ്ങോട്ട് വന്നാൽ മാത്രം ഞാൻ അങ്ങോട്ട് പോകുമെന്ന് പറയുന്ന ആ ഒരു സാഹചര്യം വിശ്വാസികൾക്കുണ്ടാകരുത്. പ്രവാചകൻ ഏറെ ഗൗരവത്തോടുകൂടി നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. നാലാമത്തെ നോക്കൂ നിങ്ങൾ, വാമറനി അല്ലാ സലാഹദൻ ഷൈആ. അബൂദർറെ, ജീവിതത്തിൽ ഒരാളുടെ മുമ്പിലും കൈ നീട്ടുന്ന, ഒരാളുടെ മുമ്പിലും പോയി കൈ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്, അല്ലേ? ആളുകളോട് ചോദിച്ച് നടക്കുന്ന, ആളുകളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടണമെന്ന് വിചാരിക്കുന്ന, അങ്ങനെ ആളുകൾക്കിടയിലൂടെ ഒരു യാചകനെ പോലെ ജീവിക്കുന്ന സ്വഭാവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആരോടാണ് പറയുന്നത്? ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത, അല്ലേ, പട്ടിണിയും പരിവട്ടവുമായി ജീവിക്കുന്ന സ്വഹാബത്തിന് അല്ലാഹുവിൻ്റെ റസൂൽ കൊടുക്കുന്ന ഉപദേശമാണ്. ഒരാളുടെ മുമ്പിലും പോയി കൈ നീട്ടി യാചിക്കുന്ന ഒരു സാഹചര്യം അത് വിശ്വാസിക്കുണ്ടാകരുത്. ഇല്ലാത്തത് കാണുമ്പോൾ ഒരു പക്ഷേ ആളുകൾ കണ്ടറിഞ്ഞെന്തെങ്കിലുമൊക്കെ തരും, അത് വാങ്ങാം, അത് സ്വീകരിക്കാം. അതിൻ്റെ അപ്പുറത്ത് ഇതൊരേർപ്പാടാക്കി ഇത് ജീവിതത്തിൽ ഒരു ജോലിയാക്കി മാറ്റുന്ന ആളുകളുണ്ട്. ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ കൈ നീട്ടി ഒരു ജോലിക്കും ഒരു അധ്വാനത്തിനും പോകാതെ മറ്റുള്ളവരാശ്രയിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യം അള്ളാഹുവിൻ്റെ പ്രവാചകൻ വളരെ ഗൗരവത്തോടുകൂടി നിരുത്സാഹപ്പെടുത്തിയ ഒരു മേഖലയാണത്, അല്ലേ? പലപ്പോഴും ആളുകൾക്ക് ഒരു തവണ കിട്ടിക്കണ്ടാൽ പിന്നെ അത് ജീവിതത്തിൽ അങ്ങനെ തുടർന്നു പോകുന്ന ഒരു സാഹചര്യം പല ആളുകളുടെയും ജീവിതത്തിലുണ്ട്. കാരണം അധ്വാനമില്ലല്ലോ. ആളുകളോട് ചോദിക്കാനുള്ള ആ ഒരു മടി അതങ്ങ് മാറിക്കിട്ടിയാൽ മതി. പിന്നീട് അത് ജീവിതത്തിൽ ആ ഒരു മേഖല ഒരു പ്രൊഫഷനായി അത് ജീവിതത്തിൽ പല ആളുകളും ഏറ്റെടുക്കുകയാണ്. ഒരു വിശ്വാസിക്ക് അങ്ങനെ ജീവിതത്തിൽ മാറാൻ പാടില്ല. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞല്ലോ, മാ യസാലുർ റജുലു യസ്അലുന്നാസ ഹത്താ യഅതി യൗമൽ ഖിയാമത്തി ലൈസ ഫീ വജ്ഹിഹി മുസ്അതു ലഹം. ഒരാൾ ആളുകളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും, അവൻ നാളെ പരലോകത്ത് കടന്നു വരുന്നത് അവൻ്റെ മുഖത്തൊരു കഷ്ണം മാത്രമുള്ളവനായി കൊണ്ടായിരിക്കും, അല്ലേ? ചോദിച്ച് ആളുകളോട് അങ്ങനെ യാചിച്ച് നടക്കുന്നൊരു വ്യക്തി, അദ്ദേഹം പരലോകത്ത് കടന്നു വരിക മുഖത്തൊരച്ചി കഷ്ണം മാത്രമുള്ളവനായി കൊണ്ടായിരിക്കുമെന്നാണ്. അത്രയും അപമാനകരമായ ഒരു സാഹചര്യം പരലോകത്തുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരിക. അഞ്ചാമതായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഅമറനി അൻ അഖൂല ബിൽ ഹഖി വഇൻ കാന മുറാ. ജീവിതത്തിൽ എത്ര കൈപ്പുള്ളതാണെങ്കിലും സത്യം മാത്രം പറയണേ. അബൂദർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ കൊടുക്കുന്ന ഉപദേശമാണ്. ജീവിതത്തിൽ എത്ര തന്നെ കൈപ്പുള്ളതാണെങ്കിലും, എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും സത്യം മാത്രം പറയുക, അല്ലേ? ഇന്ന് പലപ്പോഴും ജീവിതത്തിൽ അത്തരം സാഹചര്യങ്ങൾ ഏറ്റെടുക്കുന്നവർ വളരെ കുറവാണ്. ദീന് പറയുന്നിടത്ത്, അത്തരം മേഖലകളിൽ നിലപാടുകൾ പറയുന്നിടത്ത്, ലോകം മുഴുവൻ എതിര് നിന്നാലും അള്ളാഹുവിൻ്റെ ദീനാണോ അത് പറയാൻ ഒരാളെയും ഭയക്കേണ്ടതില്ല എന്ന് അള്ളാഹുവിൻ്റെ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. സത്യമാണോ പ്രിയപ്പെട്ടവരെ, അത് ജീവിതത്തിൽ പറയണം. അത് മൂടി വെക്കേണ്ടതല്ല, അത് മറച്ചു വെക്കേണ്ടതല്ല. അതാണല്ലോ
അള്ളാഹുവിൻ്റെ പ്രവാചകൻ അടുത്ത ഉപദേശം നൽകിയത് വഅമറനി അല്ലാ അഖാഫ ഫില്ലാഹി ലൗമത ലായിം. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെയും നീ ഭയന്നു പോകരുത്. ആളുകൾ ഒരു പക്ഷേ നിനക്കെതിരെ തിരിയും. ജീവിതത്തിൽ നീ പറയുന്ന കാര്യങ്ങൾ അത് സത്യമാണെന്ന് ബോധ്യപ്പെടുമ്പോൾ, അത് സമൂഹത്തിൽ പ്രചരിക്കുന്ന തിന്മകൾക്ക് എതിരെയുള്ള നിലപാടാണെന്ന് പറയുമ്പോൾ ആളുകൾ നിന്നെ ഒറ്റപ്പെടുത്തും, ആളുകൾ നിന്നെ പരിഹസിക്കും. നീ തീവ്രവാദിയാണെന്നും നീ താലിബാനിസത്തിൻ്റെ ആളാണെന്നും. അങ്ങനെ ജീവിതത്തിൽ നീ എടുത്ത നിലപാടുകൾക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ ഭയപ്പെട്ടുകൊണ്ട് മാറി നിൽക്കേണ്ടവനല്ല. നീ ഭയപ്പെടേണ്ടത് അള്ളാഹുവിനെയാണ്. അവൻ ജീവിതത്തിൽ പഠിപ്പിച്ച ആശയം പറയുന്നിടത്ത് മറ്റൊരാളെയും ഭയപ്പെടേണ്ടതില്ല. അല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നൽകുന്ന ഉപദേശമാണ്. ദീന് പറയുന്നിടത്ത് നമ്മൾ ആരെ പേടിക്കണം പ്രിയമുള്ളവരെ? ആരെല്ലാം എന്തെല്ലാം പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായി കടന്നു വന്നാലും റബ്ബിൻ്റെ ദീനാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് എനിക്കൊരു പേടിയുമില്ല എന്ന നിലപാടെടുക്കുമ്പോൾ റബ്ബിൻ്റെ സഹായമുണ്ടാകുമെന്നത് ജീവിതത്തിൽ വിശ്വാസികൾക്കുള്ള വലിയ ആശ്വാസമാണ്. അതുകൊണ്ട് ഏത് രൂപത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏതെല്ലാം തരത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും നമുക്കുറപ്പുണ്ടാകണം, ഞാൻ എൻ്റെ റബ്ബിൻ്റെ മാർഗത്തിലാണ്, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഞാൻ ജീവിതത്തിൽ നിലകൊള്ളുന്നത് സത്യത്തിന് വേണ്ടിയാണ്. അത് ജീവിതത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ ഒരാക്ഷേപകൻ്റെയും ആക്ഷേപത്തെ ഭയപ്പെടാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നിനക്ക് സാധിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവസാനം പ്രവാചകൻ പറഞ്ഞത് വഅമറനി അൻ അക്സുറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അബൂദർ, ജീവിതത്തിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന വാചകത്തെ നീ മുറുകെ പിടിക്കണേ, അത് ജീവിതത്തിൽ അധികരിപ്പിക്കണം. കാരണം ഫഇന്നഹുന്ന മിൻ കൻസിൻ തഹ്തൽ അർശ്, അത് അല്ലാഹുവിൻ്റെ സ്വർഗ്ഗത്തിലെ അർശിൻ്റെ താഴെയുള്ള ഒരു നിധിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ രൂപത്തിൽ മഹാനായ അബൂദർ റളിയല്ലാഹുവിന് 7 ഉപദേശങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എനിക്ക് നൽകിയ ഉപദേശമെന്ന് പറഞ്ഞ് അബൂദർ റളിയല്ലാഹുവിന് നമുക്കത് പകർന്നു തരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഏറെ ഗൗരവത്തോടുകൂടി നമ്മൾ സ്വീകരിക്കേണ്ട ഈ ഉപദേശങ്ങൾ അത് കൃത്യമായി സ്വീകരിക്കുകയും അതുപോലെ റബ്ബിനിഷ്ടപ്പെടുന്ന ഒരു ജീവിതത്തെ നയിക്കാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ എല്ലാ നന്മകൾക്കും നമുക്ക് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അൽദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹു ഏറെ പവിത്രമാക്കിയ മുഹറം മാസത്തിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം മഹത്വങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഷഹറുല്ലാഹി മുഹറം, അള്ളാഹുവിൻ്റെ മാസമാകുന്ന മുഹറം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയ ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ ആ മാസത്തിൽ ധാരാളം നന്മകൾ ചെയ്യാൻ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ മാസത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഏറ്റവും പ്രബലമായ സുന്നത്ത് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ മുഹറം 9-ൻ്റെയും 10-ൻ്റെയും നോമ്പുകൾ തന്നെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലഇൻ ബഖീതു ഇലാ ഖാബിലിൽ ലഅസൂമന്ന താസിഅ. മരിക്കുന്നതിൻ്റെ ആ ഒരു വർഷം മുമ്പ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, അടുത്തൊരു വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ മുഹറം 9 കൂടി ഞാൻ നോമ്പെടുക്കും എന്നത് പ്രവാചകൻ്റെ ഹദീസുകളിൽ നമുക്ക് കാണാം. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു മുമ്പ് വഫാത്തായി. അതുകൊണ്ട് തന്നെ ആ ഒരു മുഹറം 9-ൻ്റെ നോമ്പും പ്രവാചകൻ്റെ കൽപ്പനയിൽപ്പെട്ടതുകൊണ്ട് നമ്മളും അത് ജീവിതത്തിൽ സ്വീകരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ മുഹറം 10-ൻ്റെ ഒരു പ്രത്യേകതയായി അതിൻ്റെ ആ നോമ്പിൻ്റെ മഹത്വമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സിയാമു യൗമി ആശൂറ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി ഖബ്ലഹു. ആശൂറ എന്ന് പറയുന്ന മുഹറം 10-ൻ്റെ നോമ്പ് അത് കഴിഞ്ഞ ഒരു വർഷത്തെ ചെറുപാപങ്ങൾ
അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മായ്ച്ചു തരും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച നോമ്പാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മറ്റൊരു ഹദീസിൽ കാണാം, റമളാൻ കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പിന് പ്രതിഫലം പറഞ്ഞ ആ ഒരു മാസമാണ് മുഹറത്തിലെ നോമ്പ് എന്നത്. അതുകൊണ്ട് തന്നെ ആ നോമ്പിനെ നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. അതോടൊപ്പം മറ്റുള്ള ഇബാദത്തുകളും നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ മാസപ്പിറവി കണ്ടത് പ്രകാരം നമുക്ക് മുഹറം 9 വരുന്നത് ഞായറാഴ്ചയും അതുപോലെ തന്നെ മുഹറം 10 വരുന്നത് തിങ്കളാഴ്ചയുമാണ്. ആ രൂപത്തിൽ നമ്മളതിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകൾക്കും നമുക്ക് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ തിന്മകൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസമനുഭവിക്കുന്ന ധാരാളം സഹോദരങ്ങൾ നമ്മുടെയൊക്കെ കൂട്ടത്തിലും കുടുംബത്തിലുമുണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, പ്രിയപ്പെട്ടവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകൾ അള്ളാഹു അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുകയും അവരെയും നമ്മെയും അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങളായതിൻ്റെ പേരിൽ പീഡനങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്. അള്ളാഹുവർക്ക് അള്ളാഹുവിൻ്റെ സഹായം എത്രയും വേഗത്തിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വ അജിർ വാലിദൈനാ മിനൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ്.